ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും മുൻപ് രാഷ്ട്രീയ ഉന്നതർക്ക് കേസുമായുള്ള ബന്ധം വിശദമായി പരിശോധിക്കാനുള്ള നടപടികൾ SIT ഊർജിതമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പിന്റെ വ്യാപ്തി പുറത്തുവരുമെന്ന വിലയിരുത്തലാണ് SIT. രാഷ്ട്രീയമായി ഉന്നതർക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന കേസുകളിൽ സാധാരണയായി അന്വേഷണം നടത്തുന്നത് കേന്ദ്ര ഏജൻസികളായിരിക്കും. അങ്ങനെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിലാണ് മുഖം നോക്കാതെയുള്ള നടപടികളിലേക്ക്, അതായത് അത് എത്ര വലിയ ഭരണതലത്തിൽ ഉന്നതരായാലും അവരിലേക്കൊക്കെ മുഖം നോക്കാതെയുള്ള നടപടികളിലേക്ക് യാതൊരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ സാധാരണയായി എത്തിച്ചേരുക. പക്ഷേ ഇവിടെ SITയുടെ ഭാഗത്ത് SITക്ക് മേലുള്ള വലിയൊരു സമ്മർദ്ദം ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്, അന്വേഷണം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 10 അംഗ ടീമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് SP ശശിധരൻ്റെ നേതൃത്വത്തിൽ. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 10 പേരുടെ അറസ്റ്റ് ഇതിനോടകം രേഖപ്പെടുത്തുകയും അതിൽ 3 പേർക്ക് രാഷ്ട്രീയമായി ഭരണകക്ഷിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു അസാധാരണമായ സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ഇനി എവിടെയൊക്കെ എന്ന് ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന ഒരു ചോദ്യം വരുന്നത്. അന്വേഷണത്തിൻ്റെ സമയപരിധി തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം വരുന്ന ആഴ്ച സമർപ്പിച്ചേക്കും. ആ റിപ്പോർട്ടിൽ ഇതുവരെയുള്ള തുടർ നീക്കങ്ങൾ, അതായത് കഴിഞ്ഞ തവണ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷമായ വിമർശനങ്ങൾ, അതായത് ഈ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്കപ്പുറത്തേക്ക് ഉന്നതരിലേക്ക് എത്താൻ എന്തുകൊണ്ട് SITക്ക് കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് SITക്ക് മുമ്പിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനിടയിലാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ, അതോടൊപ്പം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ വിശദമായി കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം കടകംപള്ളി സുരേന്ദ്രനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുരുക്ക് മുറുകുന്ന സാഹചര്യം ഈ SIT നടത്തുന്ന അന്വേഷണത്തിൽ ഉണ്ടാകുമോ എന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നമുക്ക് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം ഉദ്യോഗസ്ഥർ വലിയ തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമ്മർദ്ദത്തിലാണ് എന്നത് തന്നെയാണ്. അതായത് ഈ കടകംപള്ളി സുരേന്ദ്രനെ ഈ കേസുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും ഇതുവരെ SITയുടെ പക്കൽ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതുവരെ ലഭിക്കുന്ന സൂചനകൾ. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായി ഇരിക്കുന്ന സമയത്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഈ തട്ടിപ്പിൻ്റെ ഇടപാടുകൾ സന്നിധാനത്ത് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനെ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ഏറ്റവും സാങ്കേതികത്വം ഉണർത്തുന്ന ഒരു ചോദ്യമാണ് അവിടെ ഉയരുന്നത്. അതേസമയം ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ല എന്ന് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ ഈ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുന്നതിന് വേണ്ടി വീണ്ടും വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ആ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പിലേക്ക് ലഭിച്ച ചില അഭ്യർത്ഥനകൾ, അതിൻ്റെ പകർപ്പുകൾ, ഇതൊക്കെ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നാണ് സൂചന. ഒരുപക്ഷെ ഇതിനോടകം SIT അത് ശേഖരിച്ചിട്ടുണ്ടായിരിക്കാമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഈ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളുടെ ഒരു വ്യക്തത കൈവരുമെന്ന പ്രതീക്ഷയിലാണ് SIT ഉള്ളത്. ഒരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴി രേഖപ്പെടുത്താൻ SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ചോദിച്ചറിയാനാണ് നീക്കം. സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടാവും. അതേസമയം മൊഴിയെടുക്കാൻ വിളിപ്പിച്ചെന്ന വാദം അടൂർ പ്രകാശ് തള്ളി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടയിലാണ് UDFന്റെ കൺവീനർ കൂടിയായ അടൂർ പ്രകാശിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം SITയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് വിവരം. വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന് SIT നോട്ടീസ് നൽകിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സോണിയാഗാന്ധിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി നൽകിയത് എന്ത് പശ്ചാത്തലത്തിലാണ്, അതിലേക്ക് നയിച്ച സാഹചര്യം എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് SITയുടെ നീക്കം. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടൂർ പ്രകാശിന് എത്ര കാലമായി അറിയാമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിലും SIT വ്യക്തത തേടും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ അടൂർ പ്രകാശ്
കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതായത് ഇങ്ങനെ ഒരു തട്ടിപ്പുകാരൻ ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് അറിയാതെയാണ് ഈ സോണിയാഗാന്ധിയെ കാണുന്ന സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം താൻ കൂടി പോയത്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊരു വലിയ തട്ടിപ്പുകാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് തനിക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിന് അറിയാമോ എന്ന കാര്യത്തിലും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തത തേടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസ് അതിൻ്റെ ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയും ഹൈക്കോടതിയിൽ അടുത്തയാഴ്ച ഇടക്കാല റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കാനിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അടൂർ പ്രകാശിൻ്റെ കൂടി മൊഴിയെടുക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് SIT ഇപ്പോൾ എത്തുന്നതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കലിൽ വിമർശനവുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. CPM പ്രതിരോധത്തിലാകുമ്പോൾ പുതിയ നീക്കങ്ങളുമായി വരികയാണെന്നാണ് വിമർശനം. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അല്ല, നിയമത്തിന്റെ വഴിക്ക് പോട്ടേന്ന്. അപ്പൊ നമുക്ക് കാത്തിരിക്കും കാണാം. അല്ല, ഇത് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ്. സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ കേരള മുഖ്യമന്ത്രി. ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് വ്യക്തമാണ് കാര്യങ്ങള്. ആ ശബരിമലയിലെ അന്വേഷണത്തിൽ യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുന്നവരെ ഞങ്ങളെല്ലാവരും കണ്ണിലെണ്ണ ഒഴിച്ചുണ്ടാവും, കേരള ജനതയും ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ശബരിമല യുവതീ പ്രവേശന വിഷയമടക്കം പരിഗണിക്കാൻ 9 അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാൻ സാധ്യത തേടി സുപ്രീം കോടതി. സാധ്യത പരിശോധിക്കുന്നതിനായി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പരിശോധിക്കുന്നതായി വ്യക്തമാക്കി. മതസ്വാതന്ത്ര്യവും നീതി അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങൾ, മതാചാരങ്ങളിൽ കോടതി ഇടപെട്ട് ലിംഗസമത്വം ഉറപ്പാക്കണോ എന്നീ വിഷയങ്ങളാണ് കോടതി പരിഗണിക്കുക. ഇക്കാര്യത്തിൽ സുപ്രധാന തീർപ്പ് ഉണ്ടായേക്കും.